നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂൺ മാസം 16-ാം തീയതി, അതായത് 1199-ാം ആണ്ട് മിഥുന മാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം പറയുമ്പോൾ അത്തം നക്ഷത്രം കുറച്ച് സമയം കഴിയുമ്പോൾ മാറും. എന്നാലും ഇന്നത്തെ ഉദയ നക്ഷത്രം എന്ന അത്തം നക്ഷത്രമാണ്. ബർത്ത്ഡേ ഒക്കെ നോക്കുന്നവരും അത്തം നക്ഷത്രം തന്നെ എടുക്കണം. കാരണം 6 നാഴിക കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് ശുഭനക്ഷത്രമാണ് അത്തം നക്ഷത്രം. ദശമിയാണ്, ഞായറാഴ്ചയാണ്. ഇതെല്ലാം കൊണ്ടും നല്ല ദിവസമാണ്. അപ്പോൾ സന്തോഷപ്രദമായ ദിവസമാണ്, അവധി ദിവസമാണ്. അവധി ദിവസമൊക്കെ നല്ല ദിവസം വരിക, നല്ല നക്ഷത്രം വരിക എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ ടെൻഷനൊക്കെ മാറി നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അന്നും കൂടി സന്തോഷപ്രദമായ ദിവസം അല്ലെങ്കിൽ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ വീട്ടിനകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനിട വരും. അതുകൊണ്ട് നല്ല ദിവസം, അവധി ദിവസം കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കുടുംബസമേതം ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ദിവസം തന്നെയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. നമുക്ക് വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുന്നത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സൂര്യനൊരു പ്രത്യേകതയുള്ളത് കുറച്ച് അലച്ചിലുണ്ടാക്കുന്ന ദശാനാഥനാണ്. അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും വന്നു ചേരും. അപ്പോൾ ഈ അലച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, അസ്വൈരതകൾ ഉണ്ടാകാൻ ഇടവരും. അതിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ തൊഴാൻ ശ്രമിക്കണം. സൂര്യഭഗവാനെ തൊഴുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് സൂര്യൻ ശരിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, ജീവനം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. സൂര്യനില്ലെങ്കിൽ സോളാർ സിസ്റ്റം തന്നെ ഇല്ല, പ്രകൃതി തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ സൂര്യനെ ഇഷ്ടദേവതയായി ആരാധിക്കണം. പിന്നെ സൂര്യന് ഏത് ദേവൻ ആയിട്ട് വേണോ പ്രാർത്ഥിക്കാവുന്നതാണ്. സൂര്യഭഗവാനെ തൊഴുകയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. അതുപോലെ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ഈ അത്ത നക്ഷത്രത്തിൻ്റെ അന്നോ ഭഗവാന്റെ അടുത്ത് പോയി ജലധാരയും മൃത്യുഞ്ജയ അർച്ചനയും നടത്തണം. കാരണം ടെൻഷനും അസ്വസ്ഥതയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായിട്ട് കിട്ടിക്കൊള്ളണം. ഒരു വർഷത്തേക്ക് മതി, ചെയ്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇട്ടോളണം. കാരണം അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തിക്ക് ശരിക്കും ആദിത്യൻ പ്രശസ്തിയെ തരുമെന്നാണ്, പ്രകാശിക്കുമെന്നാണ്. അപ്പോൾ പ്രകാശത്തെ അല്ലെങ്കിൽ കുറച്ച് കളയും. നമുക്ക് കിട്ടാനുള്ള ഓരോന്നിനും സമയത്തിന് കിട്ടാതെയാക്കും. അല്ലെങ്കിൽ പ്രമോഷൻ, അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ വിദ്യയിൽ പുരോഗതി, അതുപോലെ മറ്റ് അംഗീകാരങ്ങൾ ഒക്കെ തരാൻ സഹായിക്കും. അപ്പോൾ അതിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടി ഈ പ്രതിവിധികൾ ചെയ്തുകൊള്ളുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ പോകുന്ന ദിവസമാണ്, ഞായറാഴ്ചയാണ്. പ്രധാനമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ പേരും വൈകുന്നേര സമയത്തൊക്കെയാണ് ഔട്ടിങ്ങിനും അതുപോലെ വല്ല ഫംഗ്ഷനും ബന്ധുവീടുകളിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ സമയം നമുക്ക് രാഹുകാലം നോക്കി, രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കും, അവൻ്റെ കൺട്രോളിലാക്കും. അത് വരാതിരിക്കാൻ വേണ്ടി രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ യാത്ര തിരിക്കുക. രാഹുകാലം വരുന്നത് അന്ന് 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ശരിക്ക് 5 മണി വരെ, 5:08 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. അത് 6 മണിക്ക് തീരൂല, 6:43 തീരുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം നമുക്ക് യാത്ര തിരിക്കാൻ. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം വരുന്നതും ഇന്നത്തെ ദിവസം 12 മണി മുതൽ 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ യാത്ര. ഡേ മൊത്തം നമ്മൾ യാത്ര ചെയ്തേ പറ്റുള്ളൂ, നമ്മളെല്ലാം യാത്രയിലാണ്. ആ സമയത്തുള്ള
ട്രാഫിക് ജാം അല്ലെങ്കിൽ ശരിക്ക് സിഗ്നലിൽ പെട്ട് നിൽക്കുന്ന സമയമാണ്. 2 സമയങ്ങളുണ്ട്, ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. അത് 3 മണി 33 തൊട്ട് 5 മണി 8 വരെ ഗുളികനും 12 മണി 25 തൊട്ട് ശരിക്ക് 2 മണി വരെ യമകണ്ഠനും. ഈ 2 സമയവും നമ്മൾ എടുക്കരുത്. കാരണം സിഗ്നൽ പാസ് ചെയ്താൽ നമുക്ക് പെറ്റി കിട്ടും അന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകും. ആ സമയം നമ്മൾ ഒഴിവാക്കണം. ആ സമയത്ത് നമ്മൾ ശരിക്ക് സൈലൻ്റായി നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടതാണ്. ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അതുപോലെ ചുടുകലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്ന വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിട്ടുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.